ഒരു പ്ലാനിങ്ങും ഇല്ലാതെ രാവിലെ ഒറ്റ മൈൻഡിൽ പൊന്മുടി പോകാനായിട്ട് ഇറങ്ങിയ ഒരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സിനിമ കാണാൻ ഇറങ്ങിയ ഞങ്ങൾക്ക് സിനിമ ടിക്കറ്റ് കിട്ടാതെ ഫൈനലി പൊന്മുടി പോകാനുള്ള പ്ലാനിലോട്ട് എത്തി. അങ്ങനെ ഒറ്റ മൈൻഡിൽ നേരെ പൊന്മുടിയിലോട്ട്. ബൈ നിങ്ങൾ ഈ പള്ളി ശ്രദ്ധിച്ചായിരുന്നോ? അതിന്റെ ഹൈറ്റ് കണ്ട് ഞാനൊന്ന് ഞെട്ടി. ഇത്രയും ഹൈറ്റുള്ള പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിലും എനിക്ക് എന്ത് കണ്ടാലും എക്സൈറ്റ്മെന്റ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പൊന്മുടി. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയ ഒരു പൊന്മുടി ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ആകും. പ്ലാനിങ് ഒക്കെ ഇല്ലെന്ന് പറഞ്ഞാല് എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള പ്ലാനിങ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു. ആൻഡ് ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഈ കല്ലാർ മീൻമുട്ടി ഭാഗത്ത് കുറച്ച് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഡിയോ പോലും എടുക്കാനുള്ള ഒരു സ്പേസ് ഞാൻ കൊടുത്തില്ല. അപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് പോയി. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ്. കാരണം ഇതെങ്ങാനും ചാടി ദേഹത്ത് കയറുമെന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിർത്തിയില്ല. കോട്ടേ സാരയില്ല, നമുക്ക് തിരിച്ചു വരുമ്പോ കാണാം. ഐ തിങ്ക് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് പൊന്മുടി സ്കൈറ അഡ്വഞ്ചർ പാർക്ക്. അവിടെയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു പുതിയൊരു ഇന്നോവേഷൻ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഞാൻ കുറെ നാൾക്ക് ശേഷമാണ് വരുന്നത്. സാധാരണ ഞാൻ കാറിലാണ് വരാറ്. ഇന്ന് ആദ്യമായിട്ടാണ് 2 വീലറിൽ പൊന്മുടിയിൽ പോകുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസും ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പൊന്മുടി ക്ലൈമറ്റ് അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ മുന്നും നോക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വിട്ടുപിടിച്ചത്. റീൽസിലൊക്കെ നല്ല ഫോഗി ക്ലൈമറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത്. എനിക്കിത് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് റോഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കോസി ഫീൽ തരും. യെസ് ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം ഫോഗി ക്ലൈമറ്റ് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഹോപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. മിസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല മഴയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാൻ ഈ ഒരു മൊമെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ എങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക? നല്ല മഴ, നല്ല മഴയില്ല, ചെറിയ മഴ, നല്ല ഫോഗി ക്ലൈമറ്റ്, നല്ല തണുപ്പ്, നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു. ഈ ഒരു മൊമെന്റ് ഇറ്റ്സ് ജസ്റ്റ് പ്രൈസ്ലെസ്. റൊമാൻറ്റിസൈസിങ് ദിസ് മൊമെന്റ് സീരിയസ്ലി. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ അവിടെ ആയിട്ട് ബ്ലോക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയതൊരു സൺഡേ ആണ്. സോ അതിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിക്കേ, ഈ റോഡ് കാണാൻ പറ്റാത്ത വിധം മഞ്ഞായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയപ്പോൾ തമ്മിൽ പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് തമ്മിൽ കാണാൻ പറ്റുമോ, അത്രയും മഞ്ഞല്ലേ, ഇപ്പൊ തമ്മിൽ കാണാൻ പറ്റുമോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പോകുന്നത് തന്നെ. ഇത് താഴ്വാരമാണേ, ഇത് മഞ്ഞായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. അങ്ങനെ നമ്മൾ പയ്യെ എത്തുന്നുണ്ട്. ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ ഉടനെ എത്തും. അങ്ങനെ ഞങ്ങള് പൊന്മുടിയിൽ എത്തിയിട്ടുണ്ട്, അതർവൈസ് നോൺ ആസ് ഗോൾഡൻ പീക്ക്. ഈ മലമുകളിൽ ഇപ്പൊ മഞ്ഞ് വന്ന് മൂടി ഫുൾ ഫെയ്ഡ് ആവുന്നത് കാണാം. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ കുടയൊക്കെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ നമുക്കതെല്ലാം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റി. ഈ പൊന്മുടിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പല ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, വ്ളോഗിങ് എനിക്ക് പ്ലാനിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റാൻഡം ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഐ ജസ്റ്റ് വോണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് മൊമെന്റ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് ഫോളോ ചെയ്ത് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ചെന്നത് ഒരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്കെന്ത് തിരക്ക്? എന്ത് തിരക്കാണെങ്കിലും നമുക്ക് വലിയ ചെലവില്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണോ എന്നാ നമ്മൾ ഉറപ്പായിട്ടും പോയിരിക്കും. നമ്മളല്ല, നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇതൊക്കെ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴത്തേക്കാണ് വെച്ചിരിക്കുന്നത്? വെറുതെ അല്ല അൺപ്ലാൻഡ് മൊമെന്റ്സ് ആർ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതിന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ 3 പ്രാവശ്യം പൊന്മുടി വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഈ ഒരു വെതറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇനി ഈ ഒരു ഡേ എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരുപാട് നാളത്തെ മാനിഫെസ്റ്റേഷൻസിൽ ഒരു കാര്യമാണിത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമ്മുടെ ഇഷ്ടത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റുക, അതൊരു വലിയ കാര്യമാണ്. ആൻഡ് ദീസ് ആർ ദ കൈൻഡ് ഓഫ് മൊമെന്റ്സ് ഐ യൂസ്ഡ് ടു റൊമാൻറ്റിസൈസ് ഇൻ മൈ ഹെഡ് ഫോർ ഇയേഴ്സ്. ഈ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഒക്കെ ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ബട്ട് എക്സ്പീരിയൻസിങ് ഫ്രീഡം, പീസ് ആൻഡ് ഹാപ്പിനെസ് ഇൻ മൈ ഓൺ വേ. പക്ഷെ ഇനിയും എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്ത് തീർക്കുക, ആർക്ക് വേണ്ടിയിട്ടും സ്പോയിൽ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പൊന്മുടിയോട് ബായ് പറഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്.
തിരിച്ചു പോകാൻ സമയത്തുള്ള ബ്ലോക്കാണിത്. കാരണം ഞാൻ പറഞ്ഞല്ലോ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്തായാലും വരുന്നവർ ടൈം മാനേജ് ചെയ്ത് വരാൻ നോക്കുക. ഇനി നമുക്ക് കുറച്ച് നല്ല മ്യൂസിക് ഒക്കെ കേട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോവാം. എന്ത് പറയുന്നു? ഓക്കെ, അങ്ങനെ നമ്മുടെ പൊന്മുടി ട്രിപ്പ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിക്ക് നമുക്കൊരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. എന്നാലേ ഈ വൈബ് കംപ്ലീറ്റ് അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ അല്ലേ? ആൻഡ് ഹോണസ്റ്റ്ലി ഐ എം എ ബിഗ് ഫാൻ ഓഫ് വാട്ട് എവർ ദിസ് ഈസ് കോൾഡ്. ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. तुझको मैं कर लूं हासिल लगी है पहली